ആപ്കി അദാലത്തിൽ ജോർജ് ഫെർണാണ്ടസിന് മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പകരം വീട്ടുന്ന ഉദ്ദേശത്തോടുകൂടി രാഷ്ട്രീയം നടത്തുന്നു എന്നുള്ളതാണ്. ജോർജ് സാർ റീസെന്റായിട്ട് UPA ഗവൺമെന്റ് 5 മന്ത്രിമാരുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതിൽ ഡിഫൻസ് മിനിസ്റ്റർ പ്രണവ് മുഖർജി, HRD മിനിസ്റ്റർ അർജുൻ സിംഗ്, ഹോം മിനിസ്റ്റർ ശിവരാജ് പാട്ടീൽ, പിന്നെ അർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്റർ ഗുലാം നബി ആസാദ്, പിന്നെ MOS സയൻസ് ആൻഡ് ടെക്നോളജി കപിൽ സിബൽ എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി തീരുമാനിച്ച തീരുമാനം എന്താണെന്ന് വെച്ചാൽ NDA സർക്കാർ ഉള്ള സമയത്ത് നടന്ന അഴിമതി എല്ലാം തന്നെ അന്വേഷിക്കണം, സ്ട്രിക്റ്റായിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതായത് ഈ ന്യൂസ് പുറത്തു വന്ന ഉടൻ തന്നെ താങ്കൾ മറ്റൊരു രീതിയിൽ ക്യാമ്പയിൻ തുടങ്ങി. സോണിയാഗാന്ധിക്കെതിരായി ഒരു സ്വാഭിമാൻ കമ്മിറ്റി ഉണ്ടാക്കി. അതിനുശേഷം സോണിയാഗാന്ധിയെ തുടർന്ന് അറ്റാക്ക് ചെയ്യാൻ താങ്കൾ ശ്രമിച്ചു. അതായത് ഈ ലോകം നമ്മളെ എങ്ങനെയാ കാണുന്നതെന്നുള്ളൊരു കാര്യം നിങ്ങളും അറിഞ്ഞിരിക്കെ എനിക്കും അതിൻ്റെ ഒരു കാര്യം അറിയാം. പുറത്തുനിന്ന് വരുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പുറത്തു പോയാലും ശരി, എവിടെ പോയാലും, അതായത് ഞാൻ എവിടെ പോയാലും ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എന്താ നിങ്ങൾക്ക് വേറെ ആരും കിട്ടിയില്ലേ ഈ നാടിൻ്റെ പ്രധാനമന്ത്രി ആക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഈ നാടിൻ്റെ നേതാവായിട്ട് ഏൽക്കാനായിട്ടെന്ന്? ഇങ്ങനത്തെ ചോദ്യമാണ് ചോദിക്കുന്നത്. അതായത് താങ്കളുടെ മേൽ ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് താങ്കൾ സോണിയാഗാന്ധിയെ ടാർഗറ്റ് ചെയ്ത് ഒരു ഡിഫൻസീവ് പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു. അവരന്ന് എൻ്റെ പാർലമെന്റിൽ എൻ്റെ മേത്തൊരു കുറ്റാരോപണം വെച്ചിരുന്നു, ഒരു വലിയ സ്പീച്ചൊക്കെ നടത്തിയായിരുന്നു. അന്ന് അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞതാണ്. ആ ഡിബേറ്റിൽ തന്നെ എനിക്ക് സംസാരിക്കാനുള്ള ചാൻസ് തന്നില്ല. അവര് ശവപ്പെട്ടി മോഷ്ടാവെന്നാണ് താങ്കളെ വിളിച്ചത്. അതെ, അതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഞാൻ നേരിട്ട് ചാലഞ്ച് ചെയ്യുവാണ്. നാളെ വരെ നിങ്ങൾ 24 മണിക്കൂർ സമയം എടുത്തോളൂ. നിങ്ങൾക്ക് എന്തൊക്കെ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ട് വന്നേക്കൂ. മറ്റൊരു കാര്യവും ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ അഴിമതി നടത്തിയ ഒരാളാന്ന് പ്രൂവ് ചെയ്യാൻ ഒരാൾ ഇതുവരെ ജനിച്ചിട്ടില്ല. ഇതിന് മേലെ അങ്ങനെ ഒരാൾ ജനിക്കാൻ പോകുന്നില്ല. നല്ല ശക്തമായിട്ട് സോണിയാഗാന്ധി താങ്കളെ അങ്ങനെ ഒരു മോഷ്ടാവെന്ന് വിളിച്ചപ്പോൾ താങ്കൾ അവർക്കെതിരായിട്ട് കേസ് ഇടുമെന്ന് പറഞ്ഞു. അതായത് പുതിയ സർക്കാർ വന്നപ്പോൾ തന്നെ ആദ്യമായിട്ട് ആ സർക്കാരിന് ലെറ്റർ അയച്ചത് ഞാനായിരുന്നു. പെട്ടെന്ന് എൻക്വയറി നടത്താനാണ് ഞാൻ പറഞ്ഞേ. ഇപ്പം നിങ്ങളുടെ ഭരണമല്ലേ, അപ്പം നിങ്ങൾക്ക് എൻക്വയറി നടത്താൻ മേലെ. ഇന്നേ വരെ ഇതിനുള്ള ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള ധൈര്യം അവർക്ക് വന്നിട്ടില്ല. ഞാൻ ഇവിടെ ഇരുന്ന് അവർക്ക് ഓപ്പൺ ചാലഞ്ച് കൊടുക്കുക. എൻക്വയറി നടത്തണം, എല്ലാത്തിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ആദ്യം താങ്കൾ വിദേശത്തു നിന്ന് വന്ന ഒരു വ്യക്തി പ്രധാനമന്ത്രി ആകാൻ പാടില്ലെന്ന് പറഞ്ഞു. അവർ അത് അംഗീകരിച്ചിരിക്കുകയാണ്. വളരെ വലിയൊരു സാക്രിഫൈസാണ് അവർ ചെയ്തത്. പ്രധാനമന്ത്രി ആവാനുള്ള സാക്രിഫൈസ് ഞാൻ സമ്മതിക്കത്തില്ല. നാടിനു വേണ്ടി പട്ടാളക്കാർ കൊടുക്കുന്ന ജീവനില്ലേ, അതാണ് സാക്രിഫൈസ്. മനസ്സിലായോ? ഒരാൾക്ക് പ്രധാനമന്ത്രിയാകാനുള്ള സന്ദർഭം കിട്ടിയിട്ടും അത് വേണ്ടെന്ന് അവർ വെക്കുകയാണെങ്കിൽ അത് സാക്രിഫൈസ് എന്ന് താങ്കൾ അംഗീകരിക്കുന്നത്? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കുന്നതാ. അങ്ങനെയൊന്നും നടന്നില്ല. അതായത് പ്രസിഡന്റ് അവരെ ഒരു സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിച്ചിരുന്നു. എല്ലാ പാർട്ടിയും അവരെ നേതാവായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. താങ്കൾക്ക് സോണിയാഗാന്ധിയുടെ മേലുള്ള ഒബ്സഷൻ കാരണമാണ് താങ്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ടാണ്. എനിക്ക് ഒബ്സഷൻ ഒന്നുമില്ല, എനിക്ക് അത്രയും ദേഷ്യമാണുള്ളത്. ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് വെച്ചാൽ, അവർ നുണ പറയാനായിട്ട് അത്രയ്ക്കും കഴിവുള്ള ഒരാളാണ്. അവർ ഇലക്ഷൻ്റെ സമയത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ പഠിത്തത്തിൻ്റെ വിവരമൊക്കെ ഇതൊക്കെ റൈറ്റിങ്ങിൽ എഴുതി കൊടുക്കണം. നമ്മുടെ ഇൻകം ഡീറ്റെയിൽസ് ഇതെല്ലാം കൂടെ എഴുതി കൊടുക്കണം. അത് സിംപ്ലി എഴുതി കൊടുക്കുന്നത് മാത്രമല്ലാണ്ട് അഫിഡവിറ്റ് ഫയൽ ചെയ്യേണ്ടി വരും. അവരതിൽ എന്താ എഴുതി കൊടുത്തതെന്ന് നിങ്ങൾക്കറിയാവോ? അതായത് ഞാൻ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അവർ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടില്ല. ഇതിനു മുമ്പും ഒരുപാട് നുണ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. അതെടുത്തിട്ട് ഇത് നുണയാന്ന് പറഞ്ഞപ്പോൾ, അതായത് അവരതിന് പറഞ്ഞ ഉത്തരം അത് ടൈപ്പിംഗ് എററാന്ന്. അവർ യൂണിവേഴ്സിറ്റി പഠിച്ചതുപോലത്തെ ടൈപ്പിംഗ് എററാന്നാണ് പറയുന്നത്. അവർക്ക് സത്യം പറഞ്ഞ നുണ പറയാൻ പോലും അറിഞ്ഞൂടാ. പക്ഷെ താങ്കൾ മാത്രം എന്താണ് ചെയ്തത്? റിട്ടയർഡായ എല്ലാവരെയും ചേർത്തുകൊണ്ട്, അതായത് ചന്ദ്രശേഖർ, സുബ്രഹ്മണ്യ സ്വാമി, ഇവരെ എല്ലാവരെയും ചേർത്തുകൊണ്ട് സോണിയാഗാന്ധിക്കെതിരായിട്ട് ഒരു ടീം ഉണ്ടാക്കിയില്ലേ? ഇല്ല, ഇതാർക്കും എതിരായതല്ല. നാടിന്റെ അഭിമാനത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് പരിക്കേറ്റാൽ ഞങ്ങൾ പിന്നെയും പരിക്കേൽക്കാൻ വിടില്ല. താങ്കൾ 6 വർഷം മന്ത്രിയായിരുന്ന സമയത്ത് നാടിന്റെ അഭിമാനത്തെക്കുറിച്ച് ആലോചിക്കണമായിരുന്നു. അതിനു മുൻപ് തന്നെ ഈ കൂട്ടുഭരണത്തിൽ, അതായത് NDA ഭരണ സമയത്ത് താങ്കൾ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. ഒരു വിദേശി പ്രധാനമന്ത്രിയാകാൻ പാടില്ല, അതുപോലെ പ്രസിഡന്റ് ആകാനും പാടില്ലെന്ന്. അങ്ങനെ ഒരു നിയമം എന്തുകൊണ്ട് പാസ്സാക്കി? ഞങ്ങളുടെ സർക്കാർ ചെയ്ത വലിയ തെറ്റാ. അങ്ങനെ ഒരു റൂള് പാസ്സായിരിക്കണം. അതെന്തുകൊണ്ട് അങ്ങനെ നടക്കാത്തതെന്നും അതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്നും ഇപ്പൊ ഇവിടെ വെച്ച് എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. ജനങ്ങൾ താങ്കളോട് പല ചോദ്യങ്ങളും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾ ചോദിക്കൂ.
ജോർജ് സർ, കുറെ വർഷങ്ങൾക്ക് മുന്നേ താങ്കള് പാട്ടീൽ സാറിനെ ബോംബെ ഇലക്ഷനിൽ തോൽപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ ബോംബെയിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ജനങ്ങൾക്ക് നിങ്ങളോടുണ്ടായിരുന്ന ഒരു ക്രേസ് ഞാൻ കണ്ടിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ടാക്സി ഡ്രൈവേഴ്സ് ജാഥ നടത്തിയത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പം നിങ്ങളൊരു ഫയർ ബ്രാൻഡ് ട്രേഡ് യൂണിയൻ ലീഡറായിരുന്നു. പക്ഷേ ഇപ്പം ജനങ്ങൾ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായൊരു പാർട്ടി പോലും ഇല്ല, നിങ്ങൾക്കൊരു മണ്ഡലത്തിലും സ്വാധീനമില്ല, വ്യക്തമായ ഒരു പദ്ധതിയും കയ്യിലില്ല. ഞാനൊരു പാർട്ടിയുടെ നേതാവാ, പാർലമെന്റിലെ മെമ്പറാ. രാത്രിയും പകലുമായിട്ട് ഞാൻ ജനങ്ങളുടെ ഒപ്പം ഉണ്ട്, ജനങ്ങൾക്ക് വേണ്ടി സേവ ചെയ്യുന്നുണ്ട്. പക്ഷെ വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ താങ്കൾ നേതാവായിരിക്കുന്ന പാർട്ടിയിൽ താങ്കളുടെ വാക്കുകൾ ആരും കേൾക്കുന്നില്ല. ഇത് പിന്നെ ഇതൊക്കെ പേപ്പറിൽ എഴുതുന്ന കഥകളല്ലേ, പേപ്പറിൽ എഴുതിയ കഥയല്ലേ. ഇത് ഞാൻ സമ്മതിച്ചോളാം. കുടുംബരാഷ്ട്രീയം നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പറയുന്നതൊക്കെ തീർച്ചയായിട്ടും നടക്കും. ഒരാള് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അത് ഏറ്റേ പറ്റുള്ളൂ. ഞങ്ങളുടെ പാർട്ടിയിൽ പക്ഷെ അങ്ങനെയല്ല, ഞങ്ങളെല്ലാവരും ചേർന്നാ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ താങ്കളോട് എന്ത് ചോദ്യം ചോദിച്ചാലും അവസാനം പോയി നിൽക്കുന്നത് സോണിയാഗാന്ധി. ഇല്ല, സോണിയാഗാന്ധിയെ കുറിച്ചല്ല. അതായത് നിങ്ങൾ ഇത് ഒരാളെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ കുടുംബ ഭരണമൊക്കെ ഉണ്ടല്ലോ, ഇതിങ്ങനെ തന്നെ നടന്നുകൊണ്ടിരുന്നാൽ ഈ നാട് പിന്നെ എവിടെ പോവും? താങ്കൾക്ക് സോണിയാഗാന്ധിയുടെ മേൽ എന്താണ് അത്രയ്ക്ക് ദേഷ്യം? അല്ല, നിങ്ങൾ എന്തുകൊണ്ടാ സോണിയാഗാന്ധിയെക്കുറിച്ച് മാത്രം ചോദിക്കുന്നത്? ഞാൻ ഒരു പ്രാവശ്യം പോലും അവരുടെ പേര് പറഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നെ പിന്നെയും പക്ഷെ അത് തന്നെയാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ശങ്കരാചാര്യരുടെ കാര്യത്തിൽ സോണിയാഗാന്ധിക്കും ആ കേസിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. താങ്കൾ പ്രസ് കോൺഫറൻസ് വെച്ച സമയത്ത് ശങ്കരാചാര്യരെ അറസ്റ്റ് ചെയ്തതിന്റെ പ്രധാനപ്പെട്ട കാരണം സോണിയാഗാന്ധിയാണെന്നാണ് അല്ല, പറഞ്ഞത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് എന്റെ പക്കലുണ്ട്. ജോർജ് ഫെർണാണ്ടസും ഒപ്പം സുബ്രഹ്മണ്യ സ്വാമിയും ചേർന്ന് ശങ്കരാചാര്യരുടെ കേസിൽ കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിയെ അകപ്പെടുത്താൻ നോക്കി. ഡോക്ടർ സ്വാമി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സോണിയാഗാന്ധിയുടെ പ്രഷർ കാരണം തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ ജയലളിത കാഞ്ചി കാമകോടി ശങ്കരാചാര്യരെ അറസ്റ്റ് ചെയ്തു. ഇതിന്റെ പദ്ധതികൾ ആവിഷ്കരിച്ചത് ഡൽഹിയിലുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണ്. ഈ പ്രവർത്തികളുടെ തെളിവായിട്ട് ജോർജ് ഫെർണാണ്ടസ് പറഞ്ഞത് ഡോക്ടർ സ്വാമി ഒരു തെളിവുമില്ലാതെ അങ്ങനെയൊന്നും പറയില്ലെന്നാണ്. അതെ, ഞാൻ അദ്ദേഹത്തിനെ കുറിച്ചാ പറഞ്ഞത്. ഇത് താങ്കൾക്ക് വളരെ ഈസി ആയിട്ട് പോയി അല്ലേ? എനിക്ക് സ്വാമിയെ പല വർഷമായിട്ടറിയാം. എനിക്ക് സ്വാമിയെക്കുറിച്ച് ഒരുപാട് നന്നായിട്ടറിയാം. അവൻ ഒരാളെ പിടിക്കണമെന്ന് വിചാരിച്ചാൽ അവൻ വിടത്തില്ല ഒരിക്കലും. അവൻ ബുൾഡോഗിനെ പോലെയാ, അവൻ വിടത്തില്ല. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ചുറ്റും ധാരാളം ബുൾഡോഗ്സിനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ചില സമയത്ത് ചെയ്തേ പറ്റൂ. ഇപ്പൊ സോണിയാഗാന്ധി മേഡത്തെ പറ്റിയല്ലേ സംസാരിച്ചത്? എന്താന്ന് വെച്ചാ ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ്. അവരിവിടെ ജീവിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ നാടിന്റെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി അവർക്ക് സ്ഥാനം കൊടുത്തുകൂടെ? അതായത് അവർ ഈ രാജ്യത്ത് വന്നതിന് ശേഷം അവർ നമ്മുടെ രാജ്യത്തെ ഒരു കുടുംബാംഗം പോലെയായിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് അവകാശമുള്ളതുപോലെ സോണിയാഗാന്ധി മാഡത്തിനും അതിനുള്ള അവകാശമില്ലേ? അവർക്ക് പ്രധാനമന്ത്രിയാകാമല്ലോ. ഇത്രയും വലിയ നാട്ടില് ഒരാൾക്ക് പോലും പ്രധാനമന്ത്രി ആകാനായിട്ടുള്ള കഴിവില്ലെന്ന് വെച്ചാൽ അപ്പൊ പിന്നെ ഈ നാടിനെ ആര് റെസ്പെക്ട് ചെയ്യും? അവർക്ക് ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, കുടുംബത്തെയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം അവർക്ക് എന്തുകൊണ്ടൊരു ചാൻസ് കൊടുത്തുകൂടാ? അവര് മുന്നിൽ നിന്ന് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനൊരു ചാൻസ് നമുക്ക് നാടിനെ കൊടുക്കാല്ലേ? ഭരിക്കുന്നതെന്ന് വെച്ചാൽ ഒരാളുടെ മേത്ത് നമ്മൾ കാണിക്കുന്ന പാവമല്ല. നാടിനെ ഭരിക്കാനായിട്ട്, നാടിനെ ഭരിക്കാൻ നല്ലൊരു കഴിവ് വേണം അദ്ദേഹത്തിന്. ജോർജ് സാർ, അവർ പറഞ്ഞു വരുന്നത് നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഒരു സ്ത്രീ വിവാഹം കഴിച്ചു വന്നു കഴിഞ്ഞാൽ അവർ ആ കുടുംബത്തിലെ അംഗമാണ്. എന്നാ അവര് വീട്ടിൽ ഇരുന്നോട്ടെ, ഞങ്ങളൊന്നും വീട്ടിൽ നിന്ന് പുറത്തൊന്നും പറഞ്ഞില്ലല്ലോ.